സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത പരീക്ഷകൾക്ക് തയ്യാറാകുന്നവർ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ഇന്ദിരാഗാന്ധിക്ക് ശേഷം ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള ന്യൂസ് വീക്ക് മാസികയുടെ കവർ പേജിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇന്ദിരാഗാന്ധിക്ക് ശേഷം ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള ന്യൂസ് വീക്ക് മാസികയുടെ കവർ പേജിൽ ഇടം നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി. 2024 ഏപ്രിലിൽ പുറത്തിറങ്ങുന്ന പ്രശസ്ത പക്ഷി നിരീക്ഷകനായ KK നീലകണ്ഠന്റെ ജീവചരിത്രം. പ്രശസ്ത പക്ഷി നിരീക്ഷകനായ KK നീലകണ്ഠന്റെ ജീവചരിത്രമാണ് പക്ഷികളും ഒരു മനുഷ്യനും ഇന്ദുചൂഡന്റെ ജീവിതം. പക്ഷികളും ഒരു മനുഷ്യനും ഇന്ദുചൂഡന്റെ ജീവിതം എന്നതാണ് പ്രശസ്ത പക്ഷി നിരീക്ഷകനായ KK നീലകണ്ഠൻ, അല്ലെങ്കിൽ അദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇന്ദുചൂഡൻ. കൃതി ആരുടേതാണ്? സുരേഷ് ഇളമണ്ണാണ് രചിച്ചത്. സുരേഷ് ഇളമൺ. പ്രശസ്ത പക്ഷി നിരീക്ഷകനായ KK നീലകണ്ഠന്റെ ജീവചരിത്രമാണ് പക്ഷികളും ഒരു മനുഷ്യനും ഇന്ദുചൂഡന്റെ ജീവിതം. രചിച്ചത് സുരേഷ് ഇളമൺ. ഗൂഗിൾ ക്ലൗഡ് പാർട്ട്ണർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലയാളി സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് റിയാഫി ടെക്നോളജീസ്. റിയാഫി ടെക്നോളജീസ്. ഗൂഗിൾ ക്ലൗഡ് പാർട്ട്ണർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലയാളി സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് റിയാഫി ടെക്നോളജീസ്. 2022 തനിക്കെതിരെ നടന്ന വധശ്രമത്തെ അടിസ്ഥാനമാക്കി നൈഫ് മെഡിറ്റേഷൻസ് ആഫ്റ്റർ ആൻ അറ്റംപ്റ്റഡ് മർഡർ എന്ന പുസ്തകം എഴുതിയത് സൽമാൻ റുഷീദിയാണ്. സൽമാൻ റുഷീദി. 2022 തനിക്കെതിരെ നടന്ന വധശ്രമത്തെ അടിസ്ഥാനമാക്കി നൈഫ് മെഡിറ്റേഷൻസ് ആഫ്റ്റർ ആൻ അറ്റംപ്റ്റഡ് മർഡർ എന്ന പുസ്തകം എഴുതിയത് സൽമാൻ റുഷീദി. 2024 ഏപ്രിലിൽ ബംഗ്ലാദേശിനെതിരെയായ T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ വനിതാ ടീമിൽ ഇടം നേടിയ മലയാളി താരങ്ങൾ ആരൊക്കെയാണ്? സജന സജീവൻ, ആശ ശോഭന എന്നിവരാണ്. 2024 ഏപ്രിലില് ബംഗ്ലാദേശിനെതിരെയായ T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ വനിതാ ടീമിൽ ഇടം നേടിയ മലയാളി താരങ്ങൾ ആരൊക്കെയാണ്? സജന സജീവൻ, ആശ ശോഭന. ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തുന്ന ആക്രമണത്തിന് നൽകിയ പേര് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്നതാണ്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തുന്ന ആക്രമണത്തിന് നൽകിയിരിക്കുന്ന പേരാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. രാജ്യത്തെ ആദ്യ മൊബൈൽ മെഡിക്കൽ ഡിവൈസ് കാലിബ്രേഷൻ ഫെസിലിറ്റി പുറത്തിറക്കിയത് IIT മദ്രാസ് ആണ്. രാജ്യത്തെ ആദ്യത്തെ മൊബൈൽ മെഡിക്കൽ ഡിവൈസ് കാലിബ്രേഷൻ ഫെസിലിറ്റി പുറത്തിറക്കിയത് IIT മദ്രാസ്. 2023-24 ISL ലീഗ് ഷീൽഡ് ജേതാക്കൾ ആരാണ്? മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ആണ്, കൽക്കത്ത. മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്, കൽക്കത്ത. 2023-24 ISL ലീഗ് ഷീൽഡ് ജേതാക്കളാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്, കൽക്കത്ത. IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടൽ സ്വന്തമാക്കിയത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ്. 287 റൺസ്. IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടൽ സ്വന്തമാക്കിയത് സൺറൈസേഴ്സ് ഹൈദരാബാദ്, 287 റൺസ്. ഇന്ത്യയിലെ ആദ്യ ഹൈബ്രിഡ് ക്രിക്കറ്റ് പിച്ച്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് ക്രിക്കറ്റ് പിച്ച് ധർമ്മശാല ക്രിക്കറ്റ് സ്റ്റേഡിയം, ഹിമാചൽ പ്രദേശാണ്. ധർമ്മശാല ക്രിക്കറ്റ് സ്റ്റേഡിയം, ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് ക്രിക്കറ്റ് പിച്ചാണ് ധർമ്മശാല ക്രിക്കറ്റ് സ്റ്റേഡിയം, ഹിമാചൽ പ്രദേശ്. 2024 ഏപ്രിലിൽ സൂര്യന്റെ അരികിൽ കൂടി കടന്നുപോയ വാൽ നക്ഷത്രം ഏതാണ്? 2024 ഏപ്രിലിൽ സൂര്യന്റെ അരികിൽ കൂടി കടന്നുപോയ വാൽ നക്ഷത്രം പോൺസ് ബ്രൂക്സ്. പോൺസ് ബ്രൂക്സ്. 2024 ഏപ്രിലിൽ സൂര്യന്റെ അരികിൽ കൂടി കടന്നുപോയ വാൽ നക്ഷത്രമാണ് പോൺസ് ബ്രൂക്സ്. ഏറ്റവും വലിയ പുനരുപയോഗ എനർജി പാർക്ക് നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ്. ഏറ്റവും വലിയ പുനരുപയോഗ എനർജി പാർക്ക് എവിടെയാണ് നിലവിൽ വരുന്നത്? ഗുജറാത്ത്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച എഞ്ചിനുള്ള ദീർഘദൂര
ക്രൂസ് മിസൈലായ ITCM ഒഡീഷയിലെ ചാന്ദിപൂരിൽ വിജയകരമായി പരീക്ഷിച്ചത് എന്നാണ്? 2024 ഏപ്രിൽ 18 ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിച്ച എഞ്ചിനുള്ള ദീർഘദൂര ക്രൂയിസ് മിസൈലായ ITCM ഇൻഡിജിനസ് ടെക്നോളജി ക്രൂസ് മിസൈൽ ഒഡീഷയിലെ ചാന്ദിപൂരിൽ വിജയകരമായിട്ട് പരീക്ഷിച്ചത് എന്നാണ്? 2024 ഏപ്രിൽ 18 2024 ഏപ്രിൽ ട്രാൻസ്മുദ്ര എന്ന പേരിൽ സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി ആരംഭിച്ച ജില്ല കോഴിക്കോടാണ്. 2024 ഏപ്രിൽ ട്രാൻസ്മുദ്ര, പേര് ട്രാൻസ്മുദ്ര എന്ന പേരിൽ സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി ആരംഭിച്ച ജില്ല ഏതാണ്? കോഴിക്കോട്. 2024 ഏപ്രിൽ കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മാണ രംഗത്തെ ശ്രദ്ധേയരായ ഇന്റലിന്റെ ഇന്ത്യ റീജിയൻ മേധാവിയായിട്ട് നിയമിതനായ മലയാളി സന്തോഷ് വിശ്വനാഥനാണ്. സന്തോഷ് വിശ്വനാഥൻ 2024 ഏപ്രിൽ കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മാണ രംഗത്തെ ശ്രദ്ധേയരായ ഇന്റലിന്റെ ഇന്ത്യ റീജിയൻ മേധാവിയായിട്ട് നിയമിതനായ മലയാളിയാണ് സന്തോഷ് വിശ്വനാഥൻ. 2024 ഏപ്രിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറി ആയിട്ട് നിയമിതനായത് സുമൻ ഭില്ലയാണ്. സുമൻ ഭില്ല കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറി ആയിട്ട് നിയമിതനായതാരാണ്? സുമൻ ഭില്ല. 2024 ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയം പ്ലാനറ്റ് വിയസ് പ്ലാസ്റ്റിക്സ് എന്നതാണ്. പ്ലാനറ്റ് വിയസ് പ്ലാസ്റ്റിക്. 2024 ലോക ഭൗമദിനം. ലോക ഭൗമദിനം എന്നാണ്? ഏപ്രിൽ 22 ഏപ്രിൽ 22 ലോക ഭൗമദിന പ്രമേയം 2024 ഏതാണ്? പ്ലാനറ്റ് വിയസ് പ്ലാസ്റ്റിക്സ്. 2024 യുനെസ്കോ ലോക പുസ്തക തലസ്ഥാനം സ്ട്രാസ്ബർഗ് ആണ്. ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ്. 2024 ഏപ്രിൽ ആശാൻ യുവകവി പുരസ്കാരം ലഭിച്ചത് സുബിൻ അമ്പിത്തറയ്ക്ക്. 2024 ഏപ്രിൽ ആശാൻ യുവകവി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സുബിൻ അമ്പിത്തറയ്ക്ക്. നാഷണൽ കരിക്കുലം ഫോർ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ 2024 പ്രകാരം 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവും പരിശീലനവും ലക്ഷ്യമിട്ട് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രഖ്യാപിച്ച പാഠപദ്ധതിയാണ് ആദർശില. ആദർശില. നാഷണൽ കരിക്കുലം ഫോർ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ 2024 പ്രകാരം 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവും പരിശീലനവും ലക്ഷ്യമിട്ട് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രഖ്യാപിച്ച പാഠപദ്ധതിയാണ് ആദർശില. 2024 ലോക പുസ്തക ദിന പ്രമേയം എന്താണ്? റീഡ് യുവർ വേ. 2024 ലോക പുസ്തക ദിന പ്രമേയം. ലോക പുസ്തക ദിനം എന്നാണ്? ഏപ്രിൽ 23 പ്രമേയം റീഡ് യുവർ വേ. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ പുരുഷന്മാരുടെ ആയുർദൈർഘ്യം 71 വയസ്സാണ്. സ്ത്രീകളുടേത് 74. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ പുരുഷന്മാരുടെ ആയുർദൈർഘ്യം 71, സ്ത്രീകളുടേത് 74. കാൽമുട്ടിന് പരിക്കേറ്റതോടെ 2024 പാരീസ് ഒളിമ്പിക്സിൽ നിന്നും പിന്മാറിയ മലയാളി താരം ആരാണ്? ശ്രീശങ്കറാണ്. ലോങ് ജംപ് താരം ശ്രീശങ്കറാണ്. കാൽമുട്ടിന് പരിക്കേറ്റതോടെ 2024 പാരീസ് ഒളിമ്പിക്സിൽ നിന്നും പിന്മാറിയ മലയാളി താരം. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവി ദിനേശ് കുമാർ ത്രിപാഠി. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവി ആരാണ്? ദിനേശ് കുമാർ ത്രിപാഠി. ഇന്ത്യൻ നാവികസേനയുടെ ഉപമേധാവി വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ. വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ. രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? കൊൽക്കത്ത. 2024 ഇറാസ്മസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരൻ അമിതാവ് ഘോഷാണ്. 2024 ഇറാസ്മസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരൻ ആരാണ്? അമിതാവ് ഘോഷ്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അധ്യക്ഷൻ കിഷോർ മക്വാന.
കിഷോർ മക്വാന. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അധ്യക്ഷൻ കിഷോർ മക്വാന. കൊച്ചി മെട്രോയുടെ 1ാം ഘട്ടത്തിലെ അവസാനത്തെ സ്റ്റേഷൻ മാർച്ച് 6 എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? തൃപ്പൂണിത്തുറയിലാണ്. കൊച്ചി മെട്രോയുടെ 1ാം ഘട്ടത്തിലെ അവസാനത്തെ സ്റ്റേഷൻ മാർച്ച് 6 ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? തൃപ്പൂണിത്തുറ. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ഇരട്ടവരി തുരങ്കപാതയായ സെലാർ ടണൽ ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്താണ്? അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശ്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ഇരട്ടവരി തുരങ്കപാതയായ സെലാർ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? അരുണാചൽ പ്രദേശ്. 2024 ലോക ജലദിനത്തിന്റെ പ്രമേയം വാട്ടർ ഫോർ പീസ്, ജലം സമാധാനത്തിന് എന്നതാണ് 2024 ലോക ജലദിനത്തിന്റെ പ്രമേയം. ലോക ജലദിനം എന്നാണെന്ന് അറിയാവുന്നവർ കമന്റ് ചെയ്യുക. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധവിമാനം തേജസ് മാർക്ക് 1A. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച യുദ്ധവിമാനമാണ് തേജസ് മാർക്ക് 1A. ഏത് വാർത്താ സ്ഥാപനമാണ് ഇന്ത്യയിലെ ന്യൂസ് റൂം പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചത്? BBC ആണ്. ഏത് വാർത്താ സ്ഥാപനമാണ് ഇന്ത്യയിലെ ന്യൂസ് റൂം പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചത്? BBC. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ നൽകാവുന്ന തരം മരുന്നുകളുടെ നിയന്ത്രണം സംബന്ധിച്ച് പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ നിയമിച്ച സമിതി അതുൽ ഗോയൽ കമ്മിറ്റി. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ നൽകാവുന്ന തരം മരുന്നുകളുടെ നിയന്ത്രണം സംബന്ധിച്ച പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ നിയമിച്ച സമിതി ഏതാണ്? അതുൽ ഗോയൽ കമ്മിറ്റിയാണ്. അതുൽ ഗോയൽ കമ്മിറ്റി. കടലിനു മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം പാമ്പൻ പാലം. കടലിനു മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലമാണ് പാമ്പൻ പാലം. വേൾഡ് മെറ്റീരിയോളജിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് 2023 ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തം ബാധിച്ച മേഖല ഏതാണ്? ഏഷ്യയാണ്. ഏഷ്യ. IPL ചരിത്രത്തിൽ 200 വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കിയ ആദ്യ ബോളർ യുവേന്ദ്ര ചഹൽ. യുവേന്ദ്ര ചഹൽ. IPL ചരിത്രത്തിൽ 200 വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കിയ ആദ്യത്തെ ബോളറാണ് യുവേന്ദ്ര ചഹൽ. 2024 ഏപ്രിലിൽ അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ആദ്യ വനിതാ ചാൻസലറായിട്ട് നിയമിതയായത് നൈമ ഖാതൂൺ ആണ്. നൈമ ഖാതൂൺ. 2024 ഏപ്രിലിൽ അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലറായിട്ട് നിയമിതയായത് ആരാണ്? നൈമ ഖാതൂൺ. ഫോണിലും വാട്സാപ്പിലും വരുന്ന തട്ടിപ്പ് കോളുകളും മെസ്സേജുകളും റിപ്പോർട്ട് ചെയ്യാൻ ആരംഭിച്ച പോർട്ടൽ ചക്ഷു. ഫോണിലും വാട്സപ്പിലും വരുന്ന തട്ടിപ്പ് കോളുകളും മെസ്സേജുകളും റിപ്പോർട്ട് ചെയ്യാൻ ആരംഭിച്ച പോർട്ടലാണ് ചക്ഷു. ഇന്തോനേഷ്യയിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ റെസിഡന്റ് കോഓർഡിനേറ്ററായി നിയമിതയായ ഇന്ത്യൻ വംശജ ഗീത സബർവാൾ. ഇന്തോനേഷ്യയിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ റെസിഡന്റ് കോഓർഡിനേറ്ററായിട്ട് നിയമിതയായ ഇന്ത്യൻ വംശജയാണ് ഗീത സബർവാൾ. 2024 അണ്ടർ 20 ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ദുബായ് ആണ്. 2024 അണ്ടർ 20 ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ദുബായ്. 2024 അണ്ടർ 20 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ലിമയാണ്. പെറുവിലെ ലിമ. 2024 അണ്ടർ 20 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാണ് ലിമ. എവിടെയാണ്? പെറു. 2024 ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യയിലെ സൈക്കോ അനാലിസിസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി സുധീർ കാക്കറാണ്. ഇന്ത്യയിലെ സൈക്കോ അനാലിസിസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? സുധീർ കാക്കറാണ്. അദ്ദേഹം 2024 ഏപ്രിൽ മാസം അന്തരിച്ചു. അർബുദ കോശങ്ങൾക്കെതിരായ ആന്റിബോഡി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന സിന്തറ്റിക് ആന്റിജൻ അടുത്തിടെ വികസിപ്പിച്ച ഗവേഷണ സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരുവാണ്. അർബുദ കോശങ്ങൾക്കെതിരായ ആന്റിബോഡി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന സിന്തറ്റിക് ആന്റിജൻ അടുത്തിടെ വികസിപ്പിച്ച ഗവേഷണ സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു. ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളിയായ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ശ്രേയസ് ഗിരീഷ്.
13 വയസ്സാണ്. ഛിന്നഗ്രഹങ്ങളെ കണ്ടെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളിയായ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ശ്രേയസ് ഗിരീഷ്. വയസ്സ് 13. അടുത്ത ചോദ്യം, ഗുരുവായൂർ ദേവസ്വത്തിന്റെ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം നേടിയത് 2023 ഗുരുവായൂർ ദേവസ്വത്തിന്റെ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം നേടിയത് മധുരൈ TN ശേഷഗോപാലനാണ്. മധുരൈ TN ശേഷഗോപാലൻ. ഏഷ്യ പസഫിക് റീജിയണിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള 2023 പുരസ്കാരം നേടിയത് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ന്യൂഡൽഹിയാണ്. ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ന്യൂഡൽഹി. ഏഷ്യ പസഫിക് റീജിയണിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള 2023 പുരസ്കാരം നേടിയതാണ് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ന്യൂഡൽഹി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചിത്രം ഇതുവരെ. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചിത്രമാണ് ഇതുവരെ. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ മലയാളി ഡോക്ടർ S. ഫൈസിയാണ്. പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഡോക്ടർ S. ഫൈസിയാണ് 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ മലയാളി ഡോക്ടർ S. ഫൈസി. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്, ഗദ്ദിക കലാകാരനും കേരള ഫോക്ലോർ അക്കാദമി മുൻ ചെയർമാനുമായ PK കാളന്റെ സ്മരണയ്ക്കായി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ PK കാളൻ പുരസ്കാരം 2024 അർഹനായത് K. കുമാരനാണ്. PK കാളൻ പുരസ്കാരം 2024 അർഹനായത് ആരാണ്? K. കുമാരൻ. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.